എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന എന്നാൽ നന്നായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ എഗ് ബുർജി അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്. ചപ്പാത്തിക്കും പൂരിക്കും മാത്രമല്ല അപ്പത്തിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്, ചോറിന് വരെ. തീരെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് അത് കഴിക്കാൻ ഒരു സുഖം തോന്നാത്തത്. അതുപോലെ തന്നെ മുട്ടയുടെ ആ ഒരു സ്മെല്ല് വരുമ്പോൾ ചിലർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ചെറിയൊരു നനവൊക്കെയോടുകൂടി നല്ല ഫ്ലഫി ആയിട്ടുള്ള അടിപൊളി സ്ക്രാമ്പിൾഡ് എഗ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ സ്കിപ്പ് അടിക്കാതെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ 5 പേർക്കുള്ള റെസിപ്പിയാണ് പറയുന്നത്. അതിനായിട്ട് നമുക്ക് 2 വലിയ സവാള വേണം. ഞാനിവിടെ ചെറിയ 3 സവാള എടുത്തിട്ടുണ്ട്. വലിയൊരു തക്കാളി വേണം, 2 മീഡിയം സ്പൈസി ആയിട്ടുള്ള പച്ചമുളകും, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, വളരെ ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും വേണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രീതികളിൽ ഇത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇന്ന് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എഗ് ബുർജിയുടെ ഒരു കറക്റ്റ് ഫ്ലേവറോ ഒരു ടെക്സ്ചറോ ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് നല്ലത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ഏലയ്ക്ക, 2 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, ഇത് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തരിഞ്ഞ് നമ്മുടെ സവോളയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് വേണം നമ്മൾ സവോളയുള്ളി അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് നേർത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചതച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. നമ്മളിന്ന് അധികം സ്പൈസി അല്ലാത്ത എഗ് ബുർജിയാണ് ഉണ്ടാക്കുന്നത്. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം ഒന്നുകൂടെ കൂട്ടി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നല്ലപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് വേണം നമ്മൾ തക്കാളി അരിഞ്ഞെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതും നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തീയിൽ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അധികം എരിയില്ലാതെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പാകത്തിനാണ് ചേർത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ എരി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മൾ അടിച്ച് പതപ്പിക്കേണ്ട ഒന്നും ആവശ്യമില്ല, അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട്. 4 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 എണ്ണത്തിൻ്റെ ഉണ്ണി ഉടഞ്ഞു പോയതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ ഉടയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല, അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു മീഡിയം ഹൈയിൽ ഫ്ലെയിം വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 വരെയൊക്കെ എണ്ണിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ ഇട്ട് മൊത്തത്തിൽ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിച്ച് ലാസ്റ്റ് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും തീരെ ഡ്രൈ ആയിട്ട് പിരിപിരുത്ത പോലെ ഇരിക്കും നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്. ഇത് നല്ല കറക്റ്റ് എഗ് ബുർജി പോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടും. ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് വേറെ ഒഴിച്ചുകറിയുടെ ഒന്നും ആവശ്യമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ നടുക്കോട്ട് തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. മീഡിയം ടു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിം വെച്ചേക്കുക. ഇടവിട്ട് ഇതുപോലെ ഇളക്കി നമ്മൾ നല്ല ഫ്ലഫി ആയിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവൊന്ന് സെമി കുക്ക്ഡായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിലെല്ലാം കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുട്ട ബുർജി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാൻ ബാക്കിയുള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് ഒക്കെ ഇവിടെ നല്ലപോലെ ഫ്ലഫി ആയിട്ട് ആയി വന്നിട്ടുണ്ട്. ഞാനൊരു എക്സ്ട്രാ സ്റ്റെപ്പ് ചെയ്യാറുണ്ടെന്ന് അടച്ചു വെച്ചൊരു 10 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്യും. ആ ഉള്ളിയിലൊക്കെ പറ്റിയത് എല്ലാ ഭാഗത്തെയും ഒന്ന് കുക്കായി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മാത്രം. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ മുട്ട ആവിയിലിരുന്ന് പ്രോപ്പറായിട്ട് ഒന്നുകൂടി കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ക്രാമ്പിൾഡ് എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് അല്ലെങ്കിൽ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.